നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാനും നല്ല സ്റ്റോക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി പ്രൈസ് ആക്ഷൻ ബേസ്ഡ് സ്റ്റോക്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്, കുറച്ച് സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ടിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നമ്മുടെ സ്റ്റോക്ക് MHRIL, മഹീന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്സ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിൽ വീണ്ടും സപ്പോർട്ട് എടുത്ത് അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റീജിയൻ നല്ലൊരു കൺസോൾട്ടേഷൻ വന്ന ഒരു റീജിയനാണ്. അതിനുശേഷം ലാസ്റ്റ് വീക്കിൽ അത് ക്ലിയർ ആയിട്ട് നല്ലൊരു ബുള്ളിഷ് വീക്കിലി ക്യാൻഡിൽ ആ ഒരു റീജിയന് ബ്രേക്ക് ഔട്ട് തന്ന് അതിന് മുകളിൽ ക്ലോസിങ് വരുന്നുണ്ട്, മോശമില്ലാത്തൊരു വോളിയൂമുണ്ട്. അപ്പം ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലിയിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു റീജിയന് ലാസ്റ്റ് ദിവസത്തെ ട്രേഡിംഗ് ഫ്രൈഡേയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്, നല്ലൊരു വോളിയത്തോടു കൂടി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഈ ഒരു റീജിയണിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ എറൗണ്ട് 420, 430 ഏകദേശം ഈ റീജിയണിൽ തന്നെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ SL ആയിട്ട് ഏകദേശം ഈ ഒരു 400 താഴെ SL വെക്കാം. അപ്പോൾ ചെറിയൊരു SL തന്നെയാണ്. നമുക്ക് മുകളിലേക്ക് 1:2 അല്ലെങ്കിൽ 1:3 ഒക്കെ ടാർഗറ്റ് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ടാർഗറ്റാണ്, ഓൾ ടൈം ഹൈയിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് യാഥാർത്ഥ് ഹോസ്പിറ്റൽ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഏകദേശം ഒരു 300 റീജിയണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 400 വരെ മൂവ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു റീജിയൺ ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡെയിലിയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് ആ ഒരു 400 എന്ന റീജിയൻ, 400, 405, 410 എന്ന റീജിയൻ ക്ലിയർ ആയിട്ട് ആ ഒരു സോൺ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ അതിന് മുകളിൽ ഒന്ന് പ്രൈസ് പോയിരുന്നു, അതിന് മുകളിൽ ട്രേഡ് ചെയ്തിട്ട് താഴെയാണ് ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഈ ഒരു റീജിയണൊക്കെ മുകളിൽ ഇത് നമുക്കൊരു ക്ലോസിങ് തരുവാണ്. ആ ഒരു ക്ലോസിങ് ക്യാൻഡിൽ നല്ല ബുള്ളി സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലാണ്. അപ്പം നല്ല വോളിയം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാൻഡിലിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല, ഇത് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം കൺഫേം ആയി ക്ലോസിങ് തന്നതിന് ശേഷം ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൽ നമുക്ക് എൻട്രി എടുക്കാം. വീക്കിലിയിലാണെങ്കിൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം വീക്കിലി ക്യാൻഡിലിന് വേണ്ടി. അതല്ല ഡെയിലിയിലാണ് ക്ലോസിങ് വരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ SL കൂടി എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ ഒരു റീജിയന് താഴെ നമുക്ക് SL ഇട്ട് മുമ്പോട്ട് പോകാം, ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ. ഓക്കെ, അപ്പം ഇത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യുക. എങ്കിലാണ് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് ആസ്ട്രജൻ. ഇത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈ ഒരു റീജിയൻ നല്ലൊരു കൺസോൾട്ടേഷൻ ശേഷം ഈ ഒരു ലാസ്റ്റ് ദിവസം അത് ബ്രേക്ക് ഔട്ട് തന്ന് മുകളിലേക്ക് ക്ലോസിങ് തരുന്നുണ്ട്, നല്ല വോളിയം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എറൗണ്ട് ഈ ഒരു റീജിയണിൽ തന്നെ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. 4726 ഇപ്പോൾ ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പോൾ 4700, 726 ഈ ഒരു റീജിയണിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. നമ്മുടെ SL വരുന്നത് ഈ 4500 താഴെ നമുക്ക് ക്ലോസിങ് തരുവാണെങ്കിൽ ക്ലോസിങ് ബേസിസിൽ നമുക്ക് എക്സിറ്റ് ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റോക്ക്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് ദാവത്ത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ കുറേ വീക്കുകളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രേക്ക് ഔട്ട് തരും എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് ഇതുവരെ നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല. അപ്പം ഈ ഒരു റീജിയൻ അതിമനോഹരമായിട്ടുള്ളൊരു റാലിക്ക് ശേഷം ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ബീറിഷ് ചാനലിൽ നമുക്ക് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം നമുക്ക് ഒരു വീക്ക്ലിയിൽ ഒരു ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീക്ക്ലിയിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു സെഗ്മെൻറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വോളിയം കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു വീക്ക്ലി ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എൻട്രി എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ബ്രേക്ക് ഔട്ടൊക്കെ തന്ന് ഈ ഒരു 180 എന്ന റീജിയണൊക്കെ മുകളിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. നല്ലൊരു ടാർഗറ്റ് നമുക്ക് ഇത്രയും കിട്ടിയ ആ ഒരു ലോങ് മൂവ്മെൻറ്റ് ഇവിടെയും കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്റ്റോക്ക് ആയിരിക്കും ഇത് ബ്രേക്ക് ഔട്ട് തന്നു കഴിയുമ്പോൾ. അപ്പോൾ വെയിറ്റ് ചെയ്യുക ബ്രേക്ക് ഔട്ടിന് വേണ്ടി. അപ്പോൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് BSE. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ
പ്ലേ സ്റ്റോറിൽ പാർട്ട് ടൈം ട്രേഡർ എന്ന ആപ്ലിക്കേഷനുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം സ്വിംഗ് ട്രേഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിലെ ഒരു പ്രോ സ്ട്രാറ്റജി പഠിച്ച് റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു കോസ്റ്റിൽ നല്ലൊരു സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയിട്ട് അത് തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ലൈവ് എൻട്രീസോടും കൂടിയാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്കിൽ നമുക്ക് റെഡ് ക്യാൻഡിൽസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ റെഡ് ക്യാൻഡിൽസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽസ് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന സ്റ്റോക്കാണ് DSE എന്ന ഈ ഒരു സ്റ്റോക്ക്. നമ്മളപ്പോൾ ഡെയിലിയിലേക്ക് വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ 2 തവണ ഇതിൻ്റെ അകത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയന് പുറമേട്ട് ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലോട് കൂടി മോശമില്ലാത്തൊരു ചെറിയ വോളിയം ഗെയിൻ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള റാലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് തന്നെ SL വെച്ച് നമുക്ക് എൻട്രി എടുക്കാം ഈ ഒരു കറണ്ട് ട്രേഡിംഗ് പ്രൈസിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെ 1250 എന്ന SL വെച്ച് നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഇവിടെ വന്ന് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചു പോരുവാണെങ്കിൽ, ഈ ഒരു ഓൾ ടൈം ഹൈയിൽ വന്ന് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചു പോരുവാണെങ്കിൽ ഒരുപക്ഷെ നമുക്കൊന്ന് എക്സിറ്റ് ആകാം. അതല്ല, അത് ക്രോസ് ചെയ്തത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോയോട് കൂടി നല്ലൊരു പ്രോഫിറ്റ് കുറച്ച് ഫാസ്റ്റായിട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കാരണം BSE എന്ന സ്റ്റോക്ക് അതിമനോഹരമായിട്ടുള്ള കണ്ടിന്യൂസ് റാലി, ബ്രേക്കൗട്ടിന് ശേഷം കണ്ടിന്യൂസ് റാലി തരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പേഷ്യൻസോട് കൂടി ഡിസിപ്ലിനോട് കൂടി പതുക്കെ എൻട്രീസ് എടുത്ത് മുമ്പോട്ട് പോകുക. സ്വിംഗ് ട്രേഡിങ്ങിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ നിഫ്റ്റി എന്ന ഇൻഡെക്സിനെ പഠിച്ച് അത് നല്ല രീതിയിൽ താഴെ ഒരു സപ്പോർട്ട് എടുത്ത് മൂവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രേക്കൗട്ട് തന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ബാക്കിയുള്ള സമയത്ത് ക്യാപിറ്റൽ കുറച്ച് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നൊരു ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.